അമ്പലവയലിലെ ആണ്ടൂരിൽ ജൻസനായുള്ള വിശ്വാസപ്രകാരമുള്ള ആചാര ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം വീട്ടുകാർക്കും നാട്ടുകാർക്കും പൊതുദർശന സൗകര്യം കൂടി ജൻസന്റെ വീട്ടിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വീടിനടുത്തുള്ള പള്ളിയിൽ നിത്യസഹായ മാതാ പള്ളി സെമിത്തേരിയിലായിരിക്കും ജൻസന്റെ സംസ്കാര ചടങ്ങുകളെല്ലാം നടക്കുക. അതിന് മുന്നോടിയായി വീട്ടിലും വീട്ടുകാർക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് ജൻസന്റെ മൃതദേഹം ആണ്ടൂരിലെ വീട്ടിലേക്ക് എത്തിച്ചത്. വീട്ടുമുറ്റത്താണ് ഇപ്പോൾ സംസ്കാര ചടങ്ങിന് മുന്നോടിയായുള്ള അന്തിമോപചാര ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ നടപടികൾ പൂർത്തിയാക്കി നൽകിയ മൃതദേഹമായതിനാൽ തന്നെ ഒരുപാട് നേരം അത്തരത്തിൽ പൊതുദർശന ചടങ്ങുകൾക്കായി മൃതദേഹം വിട്ടു നൽകാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടെയുണ്ട്. അതിനാൽ തന്നെ ഇന്ന് വൈകിട്ടോടു കൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. ജൻസന്റെ വീടിനടുത്തുള്ള പള്ളി സെമിത്തേരിയിൽ തന്നെയാണ്, കുടുംബത്തിൻ്റെ പള്ളി സെമിത്തേരിയിൽ തന്നെയാണ് ജൻസന്റെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക. അവിടെ ആളുകൾ തിങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ്. കാരണം നമുക്കറിയാം, ജൻസൺ എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ആകെ ഒരു വേദനയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ജൻസൺ എന്ന ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കുള്ളിലൊക്കെ ഉണ്ടാകുന്ന ഒരു വേദന, ആ വേദനയാണ് ആ നാടിനെയും നാട്ടുകാരെയും ഒക്കെ ഇപ്പോൾ ജൻസൻ്റെ വീട്ടുമുറ്റത്തെ എത്തിക്കുന്നത്. കാരണം അവസാനമായി ഒരു നോക്ക് കാണാൻ ജൻസന് യാത്രാമൊഴിയേകാൻ വേണ്ടി ഒരു നാടും നാട്ടുകാരും വീട്ടുകാരും എല്ലാം വീട്ടുമുറ്റത്ത് തടിച്ചുകൂടി നിൽക്കുകയാണ്. ജൻസന് മാത്രമല്ല, എങ്ങനെ ശ്രുതിയോടുള്ള ആ ഒരു പിന്തുണ കൂടെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് നാട്ടുകാർ ഇത്തരത്തിൽ ഒത്തുകൂടിയിരിക്കുന്നത്. കാരണം ജൻസന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരായിരുന്നു, ശ്രുതിയെ കൂടെ ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഒരു വലിയ ഉത്തരവാദിത്തം ആ ഒരു 23 വയസ്സുകാരൻ ഏറ്റെടുത്തിരുന്നു. മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ ചൂരൽമല ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൻ്റെ ആ ഒരു സമയത്ത് പോലും ക്യാമ്പിൽ വെച്ച് ശ്രുതിയുടെ കൈപിടിച്ച് ജൻസൺ സംസാരിക്കുമ്പോൾ പോലും ഇവളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഇനി ഞാനുണ്ടാകും, ഞാനല്ലേ ഉള്ളൂ എന്ന തരത്തിലൊക്കെ സംസാരിച്ച്, വളരെ പോസിറ്റീവായി സംസാരിച്ച് ജീവിതത്തിലേക്ക് ഇനി ഒന്നേ എന്ന് തുടങ്ങണമെന്ന് സംസാരിച്ച് വെച്ച ജൻസനാണ് മടങ്ങുന്നത്. അതിനാൽ തന്നെ ആ ഒരു വിയോഗം ഇപ്പോഴും ഉൾക്കൊള്ളാൻ നമുക്കാർക്കും പറ്റിയിട്ടില്ല. അത്രത്തോളം സങ്കടം ജൻസനെ ഒരു നോക്ക് നേരിട്ട് പോലും കാണാത്തവർക്കുള്ളിൽ വിങ്ങലായി നിൽക്കുമ്പോൾ എത്രത്തോളം സങ്കടമായിരിക്കും ആ വീട്ടുകാരുടെ നാട്ടുകാരുടെ ഒക്കെ അവസ്ഥ എന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. ഇന്നലെ ഈ വാർത്ത കേട്ടത് മുതൽ തന്നെ വീട്ടിലേക്കും ജൻസന്റെ ഗ്രാമപ്രദേശത്തേക്കുമൊക്കെ നിരവധി ആളുകൾ എത്തിച്ചേർന്നിരുന്നു. നേരത്തെ KR അനൂപ് പറഞ്ഞതുപോലെ ആ നാട്ടിലുള്ളവർ മാത്രമല്ല, വയനാട് ജില്ലയ്ക്ക് പുറത്ത് നിന്നുള്ളവർ വരെ ജൻസന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അവിടെ എത്തിയിട്ടുണ്ട്.